കോൺഗ്രസിന് നിയമസഭയിൽ മത്സരിക്കാനൊരുങ്ങിയ സിറ്റിംഗ് എംപിമാർ. സ്ഥാനാർത്ഥി മോഹവുമായി നിരവധി എംപിമാരാണ് രംഗത്തുള്ളത്. 10 എംപിമാരാണ് സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. നിർഭൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. നിർഭൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ചർച്ചയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിലൊരു വലിയ ആത്മവിശ്വാസം UDF-ന് പലയിടങ്ങളിൽ നേരിടാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റത്തൂരടക്കമുള്ള കൂറുമാറ്റ പ്രശ്നങ്ങൾ, അതിൻ്റെ തിരിച്ചടി, സ്വർണ്ണ മോഷണ കേസുമായി, ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന തിരിച്ചടികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിന്ന് ലഭിച്ച ഒരു ജനങ്ങളുടെ ജനവിധി അത് UDF-ൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയെ നേരിടാനുള്ള, തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളിലാണ്. വയനാട്ടിൽ ലക്ഷ്യ ക്യാമ്പ്, നേതൃ ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ക്യാമ്പിൽ ഒരു ഫെബ്രുവരി അവസാന വാരത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു കൂടിയാലോചനകളിലൊക്കെയാണ് കോൺഗ്രസ് അപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞു, യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക് ഒക്കെ ആയിരിക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക. ആ യുവാക്കളാണോ ഈ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച 10 എംപിമാർ എന്നുള്ളതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീടിൻ്റെ നടയിൽ അവിടെ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. 7 തവണ MP ആയില്ലേ, 7 തവണ കുറേ കാലമായില്ലേ, 80 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയും അധികാരക്കൊതിയോ എന്ന് സേവ് കോൺഗ്രസ് ഫോറം എന്ന രീതിയിൽ പോസ്റ്ററുകളും പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ? നിയമസഭയിലേക്ക് കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്നവരുടെ എണ്ണം എത്ര? ആരൊക്കെ മത്സരിക്കും? എന്തൊക്കെയായിരിക്കും ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകൾ? വിനിഷ, കോൺഗ്രസിലെ തർക്കം നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഇനി ഈ പറയുന്ന പാർലമെൻറ്റിലേക്ക് ജയിച്ചു പോയ പല MP-മാർക്കും നിയമസഭയിലേക്ക് തിരിച്ചെത്തണം. കാരണം അവിടെ ദില്ലിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നേരത്തെ തന്നെ അധികാരത്തിൽ വന്നാൽ ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരാവുക, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുക, കേരളത്തിൽ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് എത്തുക, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് നോക്കുക എന്നത് ഭൂരിപക്ഷം MP-മാർക്കും കോൺഗ്രസ് MP-മാർക്കും ആ ഒരു ആഗ്രഹം നിലവിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വിനിഷ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. അത് VD സതീശൻ്റെ ഒരു മിഷൻ 26 എന്ന പദ്ധതി പ്രകാരം, അതാണ് വയനാട് ചേരുന്ന പദ്ധതി എന്ന് പറയുന്നത്. അതിൽ പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്ലാൻ. അദ്ദേഹം പറയുന്നത് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകണം, വിവിധ വിഭാഗങ്ങളിലുള്ളവരുടെ പരിച്ഛേദമായി സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് രൂപപ്പെടണം എന്ന ആഗ്രഹമാണ് VD സതീശൻ പങ്കുവയ്ക്കുന്നത്. VD സതീശനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ 10-ലധികം MP-മാർ നിയമസഭയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം ഉന്നയിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ, അതിലെ ഒരു മുതിർന്ന നേതാവുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനുണ്ട്, VM സുധീരനുണ്ട്. VM സുധീരൻ മാത്രമാണ് തൻ്റെ നിലപാട് പരസ്യമായി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, താൻ ഇനിയൊരു മത്സര രംഗത്ത് ഇല്ല എന്ന കാര്യം. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശേഷം മറ്റ് പദവികളൊന്നും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാതെ പൂർണ്ണമായി വിട്ടുനിൽക്കുന്നൊരവസ്ഥയുണ്ട്. AICCയിൽ പ്രത്യേക ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി വീണ്ടും AK ആൻ്റണി തുടരുന്നു. പുതുതായി രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ മുല്ലപ്പള്ളിയെ തഴഞ്ഞു എന്ന വികാരം അവിടെയുണ്ട്. ദേശീയ അച്ചടക്ക സമിതിയുടെ ചെയർമാനായി മുല്ലപ്പള്ളിയെ പരിഗണിച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും സജീവമാകുമെന്ന വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ പുനഃസംഘടനാ നടപടി ഉണ്ടായത്. സണ്ണി ജോസഫിനെ പോലെ താരതമ്യേന ജൂനിയറായ ഒരാൾ KPCC അധ്യക്ഷ പദവിയിൽ, കേരള രാഷ്ട്രീയത്തിൽ സമഗ്രമായി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു എന്നൊരു നേതാവല്ല സണ്ണി ജോസഫ്. അദ്ദേഹം കണ്ണൂരിലെ ഒരു മണ്ഡലത്തിലെ MLA മാത്രമായി ഒതുങ്ങിയിരുന്ന DCC അധ്യക്ഷൻ എന്ന പദവി മാത്രമാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ള കോൺഗ്രസിലെ വലിയ പദവി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. താരതമ്യേന ജൂനിയർമാരായിട്ടുള്ള ഈ ഷാഫി പറമ്പിലിനെയും ഒപ്പം തന്നെ വിഷ്ണുനാഥിനെയും AP അനിൽകുമാറിനെയും വർക്കിംഗ് പ്രസിഡൻ്റായി കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് താഴേക്കാവും സ്വാഭാവികമായി മുതിർന്ന നേതാക്കളുടെ അവസ്ഥ. അതുകൊണ്ട് അവർക്ക് KPCC ജനറൽ സെക്രട്ടറിമാരായി ഒന്നും ഇരിക്കാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് മുല്ലപ്പള്ളിയെ പോലുള്ള നേതാക്കളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന തരത്തിലുള്ള
ചർച്ച കോൺഗ്രസ് സജീവമാണ്. അതുകൊണ്ട് മുല്ലപ്പള്ളിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം കഴിയും എന്ന ഒരു ഉറപ്പാണ് മുല്ലപ്പള്ളിക്ക് നേരത്തെയുള്ള സെറ്റിൽമെൻ്റ് ഭാഗമായി നൽകിയിട്ടുള്ളത്. അങ്ങനെ മത്സരിക്കാൻ അദ്ദേഹം ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ പ്രാദേശികമായി വലിയ തരത്തിലുള്ള എതിർപ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്ത് നിൽക്കുന്നൊരു നേതാവാണ്. ശശി തരൂരിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ആൻ്റോ ആൻ്റണിക്ക് നിയമസഭയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. രാജ്ഭവൻ ഉണ്ണിത്താന് നിയമസഭയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ 10ലധികം MP-മാർക്ക് ഇതേപോലെ ഈ ആവശ്യമുണ്ട്. ഒപ്പം അങ്ങനെ MP-മാർക്ക് അവസരം നൽകിയാൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള മറ്റ് M. ഹസനെ പോലെയുള്ള ഒരു വിഭാഗം നേതാക്കളുണ്ട്. അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ KC ജോസഫിനും M. ഹസൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകണം എന്ന ആവശ്യവും മുറവിളി മറുഭാഗത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ തർക്കത്തിൽ എങ്ങനെ പരിഹരിക്കുമെന്ന തരത്തിലുള്ള ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. VD സതീശൻ്റെ നിലപാട് ഇതിന് നേരെ വിപരീതമാണ്. കാരണം ഇക്കാര്യത്തിൽ AICC ഇടപെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തണം. MP-മാർ മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാവും. അത് മുളയിലെ നുള്ളണം എന്ന നിലപാടാണ് VD സതീശനുള്ളത്. പക്ഷേ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന വിഭാഗം നേതാക്കൾ ഈ VD സതീശൻ MP-മാർ മത്സരിക്കുന്നതിന് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റ് നേതാക്കളെല്ലാം KC വേണുഗോപാലിനെ സമീപിച്ചിട്ടുണ്ട്. കാരണം KC വേണുഗോപാലും നിലവിൽ ആലപ്പുഴയിലെ MP-യാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല എങ്കിലും അധികാരത്തിലെത്തിയാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാവ് KC വേണുഗോപാലാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ അങ്ങനെ വരേണ്ടി വന്നാൽ ഇപ്പോൾ MP-മാരെ തടയുന്നതിൽ അത് പൂർണ്ണമായി അദ്ദേഹത്തിന് തടഞ്ഞ് ഒരു എതിർവികാരം കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് ഇക്കാര്യങ്ങളിൽ കൂട്ടായ ചർച്ച നടക്കട്ടെ. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ്, AICCയുടെ തെരഞ്ഞെടുപ്പ് സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. കാരണം കുറച്ച് സോഫ്റ്റായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായി എതിർക്കുന്നില്ല. കാരണം VD സതീശൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായി എതിർക്കുമ്പോൾ KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കട്ടെ എന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം ചില നേതാക്കൾക്കെങ്കിലും ഇളവ് നൽകണം എന്നതാണ് അഭിപ്രായമായി വരുന്നത്. അതിന് അടൂർ പ്രകാശ് പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ സിറ്റിംഗ് സീറ്റായിരുന്ന കോന്നി മണ്ഡലം, ആ മണ്ഡലം അദ്ദേഹം MP-ആയി മത്സരിച്ച് ആറ്റിങ്ങൽ വന്ന ശേഷം ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് LDF പിടിച്ചെടുത്തു. ഇപ്പോൾ LDFൻ്റെ കൈവശമാണ്. അതുകൊണ്ട് അങ്ങനെ ചില മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ മത്സരിപ്പിക്കണം. അതുകൊണ്ട് താൻ മത്സരിച്ചാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. K. മുരളീധരനെ പോലെ നേതാക്കൾ മുമ്പ് MP പദവി രാജിവെച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവ് മണ്ഡലം നഷ്ടപ്പെട്ടു പോയത്. അത് തിരിച്ചു പിടിക്കാൻ താൻ വീണ്ടും മത്സരിക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഇപ്പോൾ നിലവിൽ സജീവമായി പ്രവർത്തന രംഗത്ത് ഉള്ള ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ ഓരോ മണ്ഡലത്തിൻ്റെയും സാധ്യത പരിഗണിച്ച് അവർക്ക് സീറ്റ് നൽകാൻ തയ്യാറാകണം. MP-മാർ മുഴുവൻ പേരും മത്സരിക്കണം എന്ന നിലപാട് സ്വീകരിക്കേണ്ട എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ MP-മാർക്ക് ആർക്കെങ്കിലും ഒരാൾ ഇളവ് ചെയ്താൽ മറ്റ് നേതാക്കളും സമാനമായ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരും. അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിലപാടാണ് VD സതീശനുള്ളത്. പക്ഷേ ചർച്ചകൾ നടക്കുമ്പോഴും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ യുവ നേതാക്കൾ, അതായത് യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ വിഭാഗത്തിലൂടെ കടന്നു വന്നവർ, മഹിളാ നേതാക്കൾ, വളരെ സീനിയറായ മഹിളാ നേതാക്കൾ, നിരന്തരം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അവഗണിക്കുന്ന ഒരു വിഭാഗം മഹിളാ നേതാക്കളുണ്ട്. അവരടക്കം ഇക്കാര്യത്തിൽ തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. കാരണം വളരെ ഫ്രഷായ പുതുമുഖങ്ങളായിട്ടുള്ള ഒരു വിഭാഗം നേതാക്കളെയാണ് മത്സര രംഗത്ത് കൊണ്ടുവരേണ്ടത്. വീണ്ടും 7 തവണ MP-മാരാവുകയും കേന്ദ്രമന്ത്രിമാരാവുകയും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആവുകയൊക്കെ ചെയ്ത നേതാക്കൾ വീണ്ടും മത്സര രംഗത്ത് കുപ്പായമിട്ട് വരുന്ന രീതി മാറ്റി പുതുമുഖ നേതാക്കൾക്ക് അവസരം നൽകണമെന്ന വികാരം താഴെത്തട്ടിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ MP-മാർ മത്സര രംഗത്തേക്ക് വരണമെന്ന ആവശ്യം മുൻനിർത്തിയുള്ള ചർച്ചകൾ കോൺഗ്രസിന് വരും ദിവസങ്ങളിലും തലവേദനയാണ്. ഏതെങ്കിലും നേതാക്കൾക്ക് ഇളവ് നൽകിയാൽ അത് സ്വാഭാവികമായും മറ്റ് നേതാക്കളും ഈ ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് AICC ഇടപെട്ട് ആദ്യം തന്നെ ഈ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന നിലപാട് VD സതീശൻ സ്വീകരിക്കുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകാൻ KC വേണുഗോപാൽ തയ്യാറാകുന്നില്ല. 2 തട്ടിലാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി കഴിഞ്ഞ ദിവസം ഒഞ്ചിയത്തിലടക്കം ഉണ്ടായ പ്രതിഷേധം പോലെ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ചില സീറ്റുകൾ വച്ചു മാറണം. അതായത് ഘടകകക്ഷികൾ നിരന്തരം തോൽക്കുന്ന സീറ്റുകൾ വച്ചു മാറി അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിക്കണം. ഉദാഹരണത്തിന് ചവറ, RSPയുടെ കൈവശമുള്ള 2 തവണ തുടർച്ചയായി തോറ്റ മണ്ഡലമാണ് ചവറ. ആ ചവറ മണ്ഡലം
കോൺഗ്രസ് ഏറ്റെടുക്കണം, ഷിബു ബേബി ജോണിനെ മാറ്റി അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുമെന്ന ഒരു നിരീക്ഷണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചർച്ച DCCയിലും ഒപ്പം തന്നെ സംസ്ഥാന ലീഡർഷിപ്പിലുമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ ശക്തമായ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇടുക്കി മണ്ഡലം, അവിടെ റോഷി അഗസ്റ്റിനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കാതെ കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെയും വലിയ തരത്തിൽ ജോസഫ് വിഭാഗം എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗിൻ്റെ കൈവശമുള്ള പല മണ്ഡലങ്ങൾ തിരിച്ചെടുത്ത് കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ലീഗിന് ഉള്ളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കോൺഗ്രസ് ഏകപക്ഷീയമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഏകപക്ഷീയമായ അവർക്ക് സുരക്ഷിതമായ മണ്ഡലം ഒരുക്കി മുന്നോട്ട് പോയാൽ ഘടകകക്ഷികളെ പൂർണ്ണമായി ഒതുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നതാണ് അഭിപ്രായം. അതുകൊണ്ട് VD സതീശൻ്റെ ഏകപക്ഷീയ നീക്കങ്ങളിൽ ഘടകകക്ഷികളായിട്ടുള്ള ലീഗിന് PJ ജോസഫിൻ്റെ വിഭാഗത്തിലായ ജോസഫ് വിഭാഗം നേതാക്കൾക്ക്, കേരള കോൺഗ്രസ് വിഭാഗത്തിന്, ഒപ്പം തന്നെ RSP അടക്കമുള്ള ചെറുകിട കക്ഷികൾക്കടക്കം വലിയ എതിർപ്പുണ്ട്, CMPക്ക് അടക്കം വലിയ എതിർപ്പുണ്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലുള്ള ചർച്ച സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും വിനിഷ നേരത്തെ പറഞ്ഞതുപോലെ മറ്റത്തൂരിലടക്കം പൂർണ്ണമായി BJPയിലേക്ക് ഒലിച്ചുപോയ അവസ്ഥ, കൊച്ചിയിൽ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അവസാനം അവിടെ ദീപ്തി വേരി വർഗീസിനെ മാറ്റിയത്, അതിൽ സമുദായ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയത്, തൃശ്ശൂരിലുണ്ടായ പരസ്പരം നേതാക്കൾ തമ്മിലുള്ള അടി, അങ്ങനെ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായി കോൺഗ്രസിലുണ്ടാകുന്ന പടലപ്പടക്കങ്ങളും ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ ആകെ മത്സരിക്കുന്നതിൽ മുഖ്യമന്ത്രി കുപ്പായമിട്ട് നിൽക്കുന്ന 5-6 അധികം നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന് വലിയ തരത്തിൽ തലവേദനയാകും. അതുകൊണ്ട് അവരുടെ പൊട്ടിത്തെറിയുടെ ആരംഭം MP-മാരുടെ മത്സരത്തെ തുടങ്ങിയുള്ള ചർച്ചയിലേക്കാണ് ആരംഭിച്ചിരിക്കുന്നത്. വിനീഷ. ശരി നൃപൻ, വളരെ സമഗ്രമായി തന്നെ നൃപൻ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നാദാപുരത്തിന് മുല്ലപ്പള്ളിയെ വേണ്ട, നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കും തീർച്ച എന്നാണ് സേവ് കോൺഗ്രസ് ഫോറത്തിൻ്റെ പേരിൽ നാദാപുരത്ത് ഉയർന്നിട്ടുള്ള പോസ്റ്ററിൽ പറയുന്നത്. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. താങ്ക് യു നൃപൻ.